കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെജിറ്റബിൾ കുറുമയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുവാൻ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്കെടുക്കാം. കറുകപ്പട്ട ചെറിയ ഒരു കഷ്ണം, ഏലയ്ക്ക 2 എണ്ണം, ഗ്രാമ്പു 2 എണ്ണം, കുരുമുളക് 4-5 എണ്ണം, ബീൻസ് ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്, ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്, ഗ്രീൻ പീസ് 1/2 കപ്പ്, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില 1 തണ്ട്, മല്ലിയില ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു വലിയ സവാള കൂടി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട് ഒരു 8 എണ്ണം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഇതിലേക്കിട്ട് മിക്സി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് എടുക്കാം. ഇനി ഈ വോൾ ഗരം മസാല ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. കല്ലിലിട്ട് നന്നായിട്ടൊന്ന് അത് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുവാനായി ഒരു പാൻ എടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന വോൾ ഗരം മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് പൊട്ടുമ്പോൾ തന്നെ കറിവേപ്പില അതിലേക്കിടാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു സവാള സ്ലൈസ് ചെയ്തത് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കുറുമയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ചോപ്പ് ചെയ്ത് ചേർക്കുന്നതും നല്ലതാണ്. ഇനി 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇത് നന്നായി റോസ്റ്റ് ആകുമ്പോഴത്തേക്കിന് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ഇത്രയും വെജിറ്റബിൾസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ബോയിലായി കിട്ടേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് വെന്തതിന് ശേഷം ഇതിൻ്റെ മൂടി തുറക്കുകയാണ്. നമ്മൾ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ സമയം കൊണ്ട് തന്നെ എല്ലാ വെജിറ്റബിൾസും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയും ആദ്യമേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ടേസ്റ്റ് ചെയ്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറുമയ്ക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുവാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ഒരല്പം വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഇനി അവസാനമായി 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയം തന്നെ തീ ഓഫ് ചെയ്യാവുന്നതുമാണ്. ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ കുറുമ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ചപ്പാത്തി, പൊറോട്ട, അപ്പം, ഇടിയപ്പം, പൂരി, ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു വെജിറ്റബിൾ കുറുമയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.